ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോകാഡ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഓട്ടോകാഡ് വിൻഡോസിലുണ്ട്, മാക്കിലുമുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്കും ഓട്ടോകാഡിനെ കുറിച്ചിട്ടാണ്. മാക്കിൽ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോകാഡിൻ്റെ ഐക്കൺ ഫ്രണ്ടിലുണ്ടാവും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക്, ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ന്യൂ മീൻസ് നമുക്ക് പുതിയ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. നമുക്ക് ഏത് ടെംപ്ലേറ്റ്സാണ് നമുക്ക് ആവശ്യമുള്ളത് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആവശ്യമുള്ള ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് കിടപ്പുണ്ട്. അപ്പോൾ ടെംപ്ലേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഈ ബോക്സിനകത്തായിട്ട് കുറേ ലൈൻസ് കിടപ്പുണ്ട്. ഈ ബോക്സിനകത്തുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇതിനകത്തായിട്ട് കുറേ ബോക്സ് കിടപ്പുണ്ട്. ഈ ബോക്സിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുക്കാനുള്ളത് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻജിനീയർ നെയിം കൊടുക്കാം, സബ് എൻജിനീയർ നെയിം കൊടുക്കാം, സ്കെയിൽ, ലെൻസ് ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പഠിക്കാൻ വേണ്ടി നമ്മൾ AutoCAD എന്നുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുക, then ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ഇൻ്റർഫേസിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാവും ടൂൾസെല്ലാം കിടക്കുന്നത്. ഇവിടെ കമാൻഡ് ബോക്സ് കിടപ്പുണ്ട്, ഇവിടെ സ്റ്റാറ്റസ് ബാറുണ്ട്. ഇതിന് UCS ഐക്കൺ എന്ന് പറയുന്നത്. UCS ഐക്കൺ, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഐക്കൺ എന്ന് പറയും. സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുന്നോട്ടും പിറകോട്ടും ആക്കിയാൽ മതി. സൂം ഇന്നും സൂം ഔട്ടും ആയി കിട്ടുന്നുണ്ടാവും. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പാൻ മീൻസ് സ്ക്രോൾ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ മൂവ് ചെയ്യുക. ഉണ്ടോ, സ്ക്രീൻ മൂവ് ചെയ്യുന്നുണ്ടാവും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റിൻ്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഡെസിമൽ തന്നെ, ടൈപ്പിൽ ഡെസിമൽ തന്നെ കൊടുത്താക്കുക. അടുത്ത പ്രിസിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പോയിൻ്റ് വാല്യൂസ് വേണോ വേണ്ടോ എന്നുള്ളതാണ്. 0 പ്രിസിഷൻ കൊടുത്തു. ഇതിനടുത്ത് ഏത് യൂണിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിനുവേണ്ടി ഏത് യൂണിറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ആ യൂണിറ്റ് സെലക്ട് ക്ലിക്ക് കൊടുക്കുക. ഞാൻ മില്ലിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഇത് ഓക്കെ എടുത്തു. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഒരു ലൈനുണ്ട്. നമുക്ക് ലൈൻ വരയ്ക്കണമെങ്കിൽ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല എങ്കിൽ എൻ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എൻ്ററും സ്പേസും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. എൻ്റർ ഞെക്കാം അല്ലെങ്കിൽ സ്പേസ് ഞെക്കാം. സ്പേസാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. സ്പേസ് യൂസ് ചെയ്യുന്നു, സ്പേസ് ക്ലിക്ക് ചെയ്തു. ദെൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ സെക്കൻഡ് പോയിന്റ് കൊടുക്കുക. സെക്കൻഡ് പോയിന്റ് എനിക്ക് ഒന്നുകിൽ ക്ലിക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഡയമെൻഷൻ ടൈപ്പ് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ പോയിന്റിൽ ലൈൻ വന്നിട്ടുണ്ടാകും. നെക്സ്റ്റ് പോയിന്റ് കൊടുക്കുക, വന്നിട്ടുണ്ടാകും. കഴിഞ്ഞെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. അടുത്ത വീണ്ടും ലൈൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഈ ഡയറക്ഷനിൽ 20 ആണ് എനിക്ക് വേണ്ടതെങ്കിൽ 20 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 20 ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളുക, എക്സിറ്റും അണ്ടു മാത്രമേ ഉള്ളൂ. അടുത്ത ഡയറക്ഷൻ വെച്ച് കൊടുത്തു, 10 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ അധികമായിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലോസ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ചെയ്ത വർക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ സ്പേസ് ചെയ്താൽ മതി. റിപ്പീറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ദെൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ എനിക്ക് സ്ട്രെയിറ്റ് ലൈനാണ് ആവശ്യമെങ്കിൽ ഇവിടെ ഓർത്തോ എന്ന് പറഞ്ഞ ടൂൾ കിടപ്പുണ്ട്. അതിൻ്റെ ഷോർട്ട് കീ F8 ആണ്. ഓർത്ത് ക്ലിക്ക് ചെയ്തു. ഒന്നുകിൽ ഇനി വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുക. 10 കൊടുത്തു, എൻ്റർ ചെയ്തു. ഈ ഡയറക്ഷനിലും 10 കൊടുത്തു, എൻ്റർ ചെയ്തു. ക്ലോസ് ചെയ്യണമെങ്കിൽ എൻ്റർ അടിച്ചാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ലാസ്റ്റ് വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റർ അല്ലെങ്കിൽ സ്പേസ്. സ്പേസ് എനിക്ക് റിപ്പീറ്റായി. ഒന്നും കൂടി സ്പേസ് ഞെക്കുകയാണെങ്കിൽ കണ്ടോ, നിർത്തിയ ഭാഗത്തുനിന്ന് ലൈൻ സ്റ്റാർട്ടാവും. ക്ലിയർ? കഴിഞ്ഞെങ്കിൽ എസ്കേപ്പ് ചെയ്യുക. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ലെഫ്റ്റും സെലക്ട് ചെയ്യാം, ലെഫ്റ്റ് ടു റൈറ്റും സെലക്ട് ചെയ്യാം. പക്ഷേ ഡിഫറൻസ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോഴത്തേക്കും ടച്ച് ചെയ്താൽ ആ സെലക്ഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ടച്ച് ചെയ്ത് സെലക്ഷൻ ആവില്ല. ഉണ്ടോ, ആ ഒബ്ജക്റ്റ് ഫുള്ള് കവർ ചെയ്താൽ മാത്രമേ സെലക്ഷൻ ആകത്തുള്ളൂ. ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാണിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയാവും എല്ലാവരും കിട്ടുക, ഈ സെലക്ഷനാവും കിട്ടുക. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് കൊടുക്കുക. സെലക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അടുത്ത പോളിലൈൻ എന്ന ഓപ്ഷൻ ഉണ്ട്. പോളിലൈൻ എടുത്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ സെക്കൻഡ് പോയിന്റ് എടുത്തു,
തേർഡ് പോയിൻറ്റ്, ദെൻ ഈ പോയിൻറ്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ കംപ്ലീറ്റായി എസ്കേപ്പ് ചെയ്തു. പക്ഷേ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് ലൈനും ഇത് പോളി ലൈനും ഉപയോഗിച്ചിട്ട് ചെയ്ത ഫിഗറാണ്. പക്ഷേ കാണുമ്പോൾ ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ട് ഫുൾ സെലക്ട് ആയിട്ടുണ്ട്. ലൈൻ ആകുമ്പോഴത്തേക്ക് 1 by 1 സെലക്ട് ആകത്തുള്ളൂ. വിച്ച് മീൻസ് പോളി ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈനാണ്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് PL എന്നാണ്. എൻ്റർ ചെയ്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. കണ്ടോ അപ്പോൾ ആർക്ക് എന്ന ഓപ്ഷൻ കണ്ടോ? ഞാൻ അത് ഓർത്ത് ഓഫ് ചെയ്തിട്ട് A എൻ്റർ ചെയ്തു. കണ്ടോ എനിക്ക് ആർക്ക് ഫോംസ് ആവും എനിക്ക് ഇങ്ങോട്ട് കിട്ടുക. ക്ലിയർ? കഴിഞ്ഞ് എസ്കേപ്പ് ചെയ്യുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി സ്പേസ് ചെയ്തു, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഹാഫ് വിഡ്ത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ വേണ്ടി H എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ സ്പെസിഫൈ സ്റ്റാർട്ടിങ് ഹാഫ് വിഡ്ത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെ വീതി 0 എടുത്തു, എൻ്റർ ചെയ്തു. എൻജിൻ വിഡ്ത്ത് ഞാൻ ഏകദേശം 3 എടുത്തു, എൻ്റർ ചെയ്തു. ആ വീതി കാണിക്കുന്നുണ്ടാവും. പിന്നീട് അങ്ങോട്ട് ആ വീതിയിലാവും ലൈൻസ് മേക്ക് ആവുന്നത്. എസ്കേപ്പ് ചെയ്യുക. വീണ്ടും പോളി ലൈൻ എടുക്കുമ്പോൾ ആ വീതി വീണ്ടും കാണിക്കുന്നുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഹാഫ് വിഡ്ത്തിൽ പോകാൻ വേണ്ടി H ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. സ്റ്റാർട്ടിങ് 0 എടുക്കുക, എൻ്റർ ചെയ്യുക. എൻഡിങ്ങും 0 എടുക്കുക, എൻ്റർ ചെയ്യുക. പഴയതുപോലെ ആയിട്ടുണ്ട്. അടുത്ത വിഡ്ത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ആക്റ്റീവ് ആക്കാൻ വേണ്ടി W ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സ്റ്റാർട്ടിങ് 0 എടുത്തു, എൻ്റർ ചെയ്തു. എൻഡിങ് 4 എടുത്തു, എൻ്റർ ചെയ്തു. കണ്ടു അപ്പോൾ വീതി 4 ആവും. എൻ്റെ ടോട്ടൽ വീതി 4 ആയിട്ടുണ്ടാവും. ഇങ്ങനെ ലൈൻസ് കിട്ടുക. എസ്കേപ്പ് ചെയ്തു. പഴയതുപോലെ ആകാൻ വേണ്ടി വീണ്ടും വിഡ്ത്തിൽ പോയിട്ട് സ്റ്റാർട്ടിങ്ങും 0 എൻ്റർ, എൻഡിങ്ങും 0 എൻ്റർ. പഴയതുപോലെ ആയിട്ടുണ്ടാവും. അടുത്ത ലെങ്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലെങ്ത് കിട്ടാൻ വേണ്ടി L ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. എത്ര ലെങ്താണ് നമുക്ക് ആവശ്യമുള്ളത് 100 കൊടുത്തു കഴിഞ്ഞാൽ 100 ലെങ്ത് ആയിട്ടുണ്ടാവും. എസ്കേപ്പ് ചെയ്യുക. ക്ലിയർ? സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു.